അനാട്ടമിയിൽ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂസ് അത് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കേണ്ടത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കുക, എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം? ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടിഷ്യൂസ് രണ്ട് തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്ലാന്റ് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്, ഓർക്കുക. ഇനി ആ ടിഷ്യൂസ് 3 സിസ്റ്റംസായി മാറുന്നുണ്ട്. അതാണ് ടിഷ്യൂ സിസ്റ്റംസ്. നമ്മൾ പ്ലാന്റ് ബോഡി എടുക്കുകയാണെങ്കിൽ 3 ടിഷ്യൂ സിസ്റ്റംസാണ് നമ്മൾ കാണുക. ടിഷ്യൂ സിസ്റ്റംസ്. ഓർക്കുക, ഏതൊക്കെയാണ് 3 ടിഷ്യൂ സിസ്റ്റംസ്? ഒന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ. ബാഹ്യമായി പ്ലാന്റ് ബോഡിയുടെ, പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ബാഹ്യമായി കാണപ്പെടുന്ന ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ തന്നെയാണ് മെയിനായിട്ട്. രണ്ടാമത്തത് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം. ഓർക്കുക, അത് അടിസ്ഥാന കല എന്ന് പറയാം. മൂന്നാമത്തതാണ് വാസ്കുലാർ. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് സൈലവും ഫ്ലോയും. കാര്യം സൈലവും ഫ്ലോയുമാണ് അവിടെ കണ്ടക്ഷൻ നടക്കുക. അതുകൊണ്ട് അതാണ് വാസ്കുലാർ സിസ്റ്റം. അപ്പം 3 വാസ്കുലാർ സിസ്റ്റമാണ്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. 1 എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, 2 വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഓർക്കുക, ഫോക്കസ് ഏരിയയിൽ ഇതാണ്. 1 ഓർക്കണം, ഇതാണ്ട മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, പിന്നെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം? നമുക്ക് ഫസ്റ്റ് പോയിന്റ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം തന്നെ നോക്കാം. അപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഔട്ടർ കവറിങ് ഓഫ് ദ പ്രൈമറി പ്ലാന്റ് ബോഡി എന്ന് വിളിക്കാം. ഔട്ടർ കവറിങ്, പുറമേയുള്ള ആവരണം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഔട്ടർ കവറിങ് ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡി. പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഔട്ടർ കവറിങ് ആണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഓർക്കുക, ഇനി ഇതിന് 3 പാർട്സ് ആണ്. ഏതൊക്കെയാണ് 3 പാർട്സ്? 1 എപ്പിഡെർമൽ സെൽസ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന സെല്ലിനെ നമുക്ക് എപ്പിഡെർമൽ സെൽസ് എന്ന് വിളിക്കാം. ഉപരിവൃതി കോശങ്ങൾ എന്ന് പറയും. 2 സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാകും, സ്റ്റൊമാറ്റ. 3 എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമിസിൽ നിന്നുള്ള ചില വളർച്ചകളുണ്ട്, വളർച്ചകൾ ഗ്രോത്ത്. അതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. അത് 2 തരമുണ്ട്. 1 ട്രിക്കോംസ്, 2 ഹെയേഴ്സ്. ഓർക്കുക, ട്രിക്കോംസും ഹെയേഴ്സ്. ട്രിക്കോംസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന് 3 പാർട്സ്. ഓർക്കുക, 1 എപ്പിഡെർമൽ സെൽസ്, 2 സ്റ്റൊമാറ്റ, 3 എപ്പിഡെർമൽ അപ്പൻഡേജസ്. അത് 2 തരം, ട്രിക്കോംസ് ആൻഡ് ഹെയേഴ്സ്. ഓർക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എപ്പിഡെർമൽ സെൽസ് ആണ്. ഓക്കെ, എന്താണ് എപ്പിഡെർമൽ സെൽസ്? നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, ഇതൊക്കെ നമ്മൾ മുറിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ മുറിച്ച് എടുത്തിട്ട് അത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഔട്ടറിലായി ഇങ്ങനെ ഓരോ സെല്ലുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കാണപ്പെടും. ക്ലോസ്ലി പാക്ക്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. അടുത്തടുത്തായി കാണപ്പെടും ഒരു ലെയറായിട്ട്. ഇപ്പോൾ സ്റ്റെമ്മാണെങ്കിലോ റൂട്ടാണെങ്കിലോ.
ഈ സെല്ലാണ് എപ്പിഡെർമൽ സെൽസ്. ഈ എപ്പിഡെർമൽ സെൽ എന്ന് പറഞ്ഞാൽ ഇത് പാരങ്കൈമ സെൽസാണ്. ഓർക്കുക, എപ്പിഡെർമൽ സെല്ല് നമ്മൾ ടിഷ്യൂസ് പഠിച്ചിട്ടുണ്ട്, പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലെറങ്കൈമ. അപ്പോൾ ഈ എപ്പിഡെർമസ് നിർമ്മിച്ചിരിക്കുന്ന സെൽസ് എന്ന് പറഞ്ഞാൽ എപ്പിഡെർമൽ സെല്ല് തന്നെയാണ്. എപ്പിഡെർമൽ സെൽ, എപ്പിഡെർമൽ സെൽ ഓർക്കുക. അപ്പോൾ ഈ എപ്പിഡെർമൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അത് പാരങ്കൈമയാണ്. ഏത് സെല്ലാണ്? പാരങ്കൈമയാണ്. സിമ്പിൾ ടിഷ്യൂ ആണ്. അപ്പോൾ പാരങ്കൈമ സെൽസ് ആണ്. ഇനി ഈ പാരങ്കൈമ സെൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈറ്റോപ്ലാസം ഉണ്ട്, അതേപോലെ വാക്യൂൾസ് ഉണ്ട്. വാക്യൂൾസ്, ക്യാവിറ്റീസ്. അപ്പോൾ പാരങ്കൈമ സെൽസ് വിത്ത് സൈറ്റോപ്ലാസം ആൻഡ് ലാർജ് വാക്യൂൾസ്. വാക്യൂൾസ് മീൻസ് ക്യാവിറ്റീസ് എന്നാണ്. അതൊക്കെ നമ്മളിനി സെൽ അല്ലെങ്കിൽ സെൽ ബയോമോളിക്യൂൾസ് ഉണ്ടോ അത് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റീസ് ആണ്. അപ്പോൾ എപ്പിഡെർമൽ സെൽസ് എന്ന് പറഞ്ഞാൽ പാരങ്കൈമ സെൽസ് ആണ്. സൈറ്റോപ്ലാസം ഉണ്ട്, ലാർജ് വാക്യൂൾസ് ഉണ്ട്. ഇനി ഓർക്കണം, ഈ എപ്പിഡെർമിസിൻ്റെ ഔട്ടർ റീജിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു തിക്ക് ലെയർ ഉണ്ടാകാം. തിക്ക് വാക്സി കോട്ടിംഗ് ഓർ കവറിങ്. ഈ തിക്ക് വാക്സി കോട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. ഓർക്കണം. അപ്പോൾ എന്താണ് ക്യൂട്ടിക്കിൾ? ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ദ എപ്പിഡെർമിസ്, ഔട്ട്സൈഡ് ദ എപ്പിഡെർമിസ് is a thick waxy layer. വാക്സ് പോലുള്ള സബ്സ്റ്റൻസ് ആണ് അതിൽ. വാക്സി തിക്ക് ലെയർ കാൾഡ് ക്യൂട്ടിക്കിൾ. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. അത് നിർമ്മിച്ചിരിക്കുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് ക്യൂട്ടിൻ എന്നും വിളിക്കാം. ഓർക്കുക. അപ്പോൾ ഔട്ട്സൈഡ് ദ എപ്പിഡെർമിസ് ഈസ് എ വാക്സി തിക്ക് ലെയർ കാൾഡ് ക്യൂട്ടിക്കിൾ. എന്നാൽ സ്റ്റെമ്മിലും റൂട്ടിലും ക്യൂട്ടിക്കിൾ ഉണ്ട് എങ്കിൽ റൂട്ടിൽ ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആണ്. ഇൻ റൂട്ട് ക്യൂട്ടിക്കിൾ ആബ്സെൻറ്റ്. ഓർക്കണം, റൂട്ടിൽ ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലെ 3 ഭാഗങ്ങൾ. ഒന്ന് എപ്പിഡെർമൽ സെൽസ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 2 സ്റ്റൊമാറ്റ. ഓർക്കുക, സ്റ്റൊമാറ്റ മീൻസ് ആസ്യരന്ധ്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് മൈന്യൂട്ട് ഓപ്പണിങ്സ് ആണ്, പോഴ്സ് ആണ്. അത് സ്റ്റൊമാറ്റ കൂടുതലും കാണുന്നത് ലീഫിലാണ്. പിന്നെ യങ് സ്റ്റെംസിലും വേണമെങ്കിൽ കാണാം. മെയിൻലി ദേ ഒക്കർ ഓൺ ദ എപ്പിഡെർമിസ് ഓഫ് ലീവ്സ്. ലീവ്സിൻ്റെ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ. അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ബഹുവചനം അല്ലെങ്കിൽ ഫ്ലൂറൽ ഫോം, സ്റ്റോമ സിംഗുലർ. അപ്പോൾ ഇതിനെ ആസ്യരന്ധ്രങ്ങൾ എന്നാ പറയുക, അല്ലെങ്കിൽ നമുക്കതിനെ മൈന്യൂട്ട് ഓപ്പണിങ്സ് എന്നും പറയാം. അപ്പോൾ എന്താണ് സ്റ്റൊമാറ്റ? ഓർക്കുക, സ്റ്റൊമാറ്റ stomata are pores or openings or apertures on the epidermis of leaves. ലീവ്സിൻ്റെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ഓപ്പണിങ്സ് ആണ് സ്റ്റൊമാറ്റ. ഇനി ഈ സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻ എന്താണ്? ഓർക്കണം, ഇതിൻ്റെ ഫങ്ഷൻ സ്റ്റൊമാറ്റയുടെ ഫങ്ഷൻ ധർമ്മം റെഗുലേറ്റ് ട്രാൻസ്പിറേഷൻ. കേട്ടിട്ടുണ്ടാകും, ട്രാൻസ്പിറേഷൻ. and gaseous exchange. ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ സസ്യസേചനം എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ് ബോഡി ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പേഴ്സ് ത്രൂ സ്റ്റൊമാറ്റ. അതിനെ സ്റ്റൊമാറ്റൽ ട്രാൻസ്പിറേഷൻ എന്നാണ് പറയുക. ഗേഷ്യസ് എക്സ്ചേഞ്ച് നമുക്കറിയാം,
എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. പകൽ സമയത്ത് പ്ലാന്റ്സിന് വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിനുള്ളിൽ പ്രവേശിക്കുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ്. അതോടൊപ്പം തന്നെ ഓക്സിജൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. എന്നാൽ രാത്രി കാലങ്ങളിൽ നേരെ തിരിച്ചു നടക്കും. ഇതാണ് ഗാഷിയസ് എക്സ്ചേഞ്ച്. ഓർക്കുക. അപ്പോൾ ഫങ്ഷൻ ഓഫ് സ്റ്റൊമാറ്റ റെഗുലേറ്റ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗാഷിയസ് എക്സ്ചേഞ്ച്. ഇനി അതിൻ്റെ സ്ട്രക്ചറാണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റോമ? ഘടന എന്താണ്? ഇതാ നോക്കാം. ഇതാണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ പോർ. സ്റ്റൊമാറ്റൽ അപ്പർച്ചർ അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ പോർ. അപ്പോൾ ഈ സ്റ്റൊമാറ്റൽ പോറിനെ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഗോട്ട് ചെയ്തുകൊണ്ട് രണ്ട് ബീൻ ഷേപ്പ്ഡ് സെൽസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഗോഡ് സെൽസ്. അപ്പം നിങ്ങൾ കാണുന്നത് ബീനാണ് അല്ലെങ്കിൽ പയറിൻ്റെ പോലെയാണ് ബീൻ ഷേപ്പ്ഡ് ഗോഡ് സെൽസ്. ഓർക്കുക, ഇതിപ്പോൾ ഡൈക്കോട്ടിലാണ്. ഡൈക്കോട്ട് പ്ലാന്റ് ദ്വിബീജപത്ര സസ്യങ്ങൾ. മോണോക്കോട്ടിലാണെങ്കിൽ ഇതാണ് ഗോഡ് സെൽസ്. മോണോക്കോട്ടിലാണെങ്കിൽ ഗോഡ് സെൽസ് ഇത് ഷേപ്പ് നോക്കാം. ഡംബൽ ഷേപ്പാണ്. ഡംബൽ ഷേപ്പ്ഡ് ഗോഡ് സെൽസ്. രണ്ടറ്റവും വീർത്ത് നടുക്ക് ഇടുങ്ങിയെങ്കിൽ ഈ ഷേപ്പിനെയാണ് നമ്മൾ ഡംബൽ ഷേപ്പ് എന്ന് പറയാം. നടുക്ക് ഇടുങ്ങിയിരിക്കും, രണ്ട് ഭാഗം ഇങ്ങനെ വണ്ണിച്ചിരിക്കും. അപ്പോൾ ഇത് മോണോക്കോട്ടിലാണ് ഗോഡ് സെൽസ് ഡംബൽ. മോണോക്കോട്ട് പ്ലാന്റ്, മോണോക്കോട്ട്സ്. എന്നാൽ ഡൈക്കോട്ട്സിലാണെങ്കിൽ ബീൻ ഷേപ്പ്ഡ് ആണ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്പ്ഡ് ആണ്. ബീൻ ഷേപ്പ്ഡ്. അപ്പോൾ ഈച്ച് സ്റ്റോമ ഈസ് ഗാർഡഡ് ബൈ ടു സ്പെഷ്യലൈസ്ഡ് എപ്പിഡെർമൽ സെൽസ് ആണ് ഗോഡ് സെൽസ്. എന്താണ് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയാൻ കാരണം, നോർമൽ എപ്പിഡെർമൽ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. നോർമൽ എപ്പിഡെർമൽ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഓർക്കുക, ഈ ഗോഡ് സെൽസിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും. വാട്ട് ഈസ് ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് ആണ് ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. അതാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പം നോർമൽ എപ്പിഡെർമൽ സെൽസ് ഓർക്കണം, ഇത് എപ്പിഡെർമൽ സെൽസ് ആണ്. ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവിടെ ആയിരിക്കും നമുക്കിപ്പോൾ ഇങ്ങനെ ഗോഡ് സെൽസ് ഉണ്ടാവുക. ഇത് സ്റ്റോമ. ഓർക്കുക. ബാക്കി വരുന്നത് അപ്പോൾ ഇത് എപ്പിഡെർമൽ സെൽസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഗോഡ് സെൽസ് വരും. അപ്പോൾ ഇവിടെ സ്റ്റോമാറ്റൽ അപ്പർച്ചർ കാണാം. അപ്പോൾ ഈ ഗോഡ് സെല്ലാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഈ ഗോഡ് സെൽ ഇപ്പോൾ നോർമൽ എപ്പിഡെർമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ ഗോഡ് സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും. ഓർക്കുക. ഇനി ഈ ഗോഡ് സെൽസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഗോഡ് സെൽസിൻ്റെ ഫങ്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോഡ് സെൽസിൻ്റെ ഫങ്ഷനാണ് റെഗുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. അപ്പോൾ ഈ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഈ പോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ഈ ഗോഡ് സെൽസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ഗോഡ് സെൽസ് റെഗുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഓർക്കുക. അപ്പോൾ ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന സെൽസാണ് ഗോഡ് സെൽസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗമായ സ്റ്റൊമാറ്റ പറഞ്ഞു. സ്റ്റൊമാറ്റയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾക്കറിയാം. സ്റ്റൊമാറ്റ മീൻസ് പോർസ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ലീവ്സ് എന്ന് പറയാം. റെഗുലേറ്റഡ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗാഷിയസ് എക്സ്ചേഞ്ച്. ഇനി എൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഈച്ച് സ്റ്റോമ ഈസ് ഗോഡഡ് ബൈ ടു സ്പെഷ്യലൈസ്ഡ്. ഇൻ ഡൈക്കോട്ട്സ് ആണെങ്കിൽ ബീൻ ഷേപ്പ്ഡ്, ബട്ട് ഇൻ മോണോക്കോട്ട് ആണെങ്കിൽ ഡംബൽ ഷേപ്പ്ഡ് ഗോഡ് സെൽസ്. ഇനി ഈ ഗോഡ് സെൽസിന് ചുറ്റിലുമായിട്ട് ഓർക്കുക, ഗോഡ് സെൽസിന് ചുറ്റിലുമായിട്ട് കാണപ്പെടുന്ന എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. ഈ എപ്പിഡെർമൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. എപ്പിഡെർമൽ സെൽസ് ഇൻ ദ വിസിനിറ്റി ഓഫ് ഗോഡ് സെൽസ് എന്ന് പറയും. അപ്പോൾ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഗോഡ് സെൽസിന് ചുറ്റിലുമായി കാണപ്പെടുന്ന എപ്പിഡെർമൽ സെൽസാണിത്. ആ എപ്പിഡെർമൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. ഓർക്കുക.
അപ്പോൾ ഗോഡ് സെൽസിന് ചുറ്റിലുമുള്ളത് സബ്സിഡിയറി സെല്ലാണ്. ഇതാണ് സബ്സിഡിയറി സെൽസ്. ഓർക്കണം. അപ്പോൾ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റൊമാറ്റ പ്ലസ്, ഓർക്കുക, അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, അല്ലെങ്കിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ പോർ, പ്ലസ് ഗോഡ് സെൽസ് പ്ലസ് സബ്സിഡിയറി സെൽസ് ഈസ് ഈക്വൽ ടു, ഈ മൂന്നെണ്ണയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, ഓർക്കുക, സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. സ്റ്റൊമാറ്റൽ aperture, God cells, subsidiary cells together called stomatal apparatus. ഓക്കെ, അപ്പം നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലെ രണ്ടായ സ്റ്റൊമാറ്റ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതാണ് നമ്മൾ പറഞ്ഞത് എപ്പിഡെർമൽ അപ്പൻഡേജസ് അല്ലെങ്കിൽ ട്രിക്കോംസ്. ഓർക്കുക, എന്താണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്? അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ആണ്. ഇതാ ഓർക്കുക, അതെങ്ങനെ ഔട്ടർ മോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ചില വളർച്ചകൾ ഇങ്ങനെ പുറത്തേക്ക് രൂപം കൊള്ളും. ഓർക്കുക, ഇതാണ് എപ്പിഡെർമൽ ഹെയേഴ്സ്. അപ്പോൾ അത് റൂട്ടിലാണെങ്കിൽ ഇതിനെ നമുക്ക് റൂട്ട് ഹെയർ എന്ന് പറയാം. റൂട്ട് ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി യൂണിസെല്ലുലാറാണ്. അപ്പോൾ എപ്പിഡെർമൽ അപ്പൻഡേജസ് രണ്ട് തരമുണ്ട്. ഒന്ന് റൂട്ട് ഹെയേഴ്സ്. ഈ റൂട്ട് ഹെയേഴ്സ് മീൻസ് അത് യൂണിസെല്ലുലാറാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്പ് ദ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. ഇപ്പോൾ റൂട്ടിൻ്റെ ഫങ്ഷൻ തന്നെ നമുക്കറിയാം, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ ഈ യൂണിസെല്ലുലാർ അപ്പൻഡേജസ് സോയിലിൽ നിന്നും വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ ഹെൽപ്പ് അബ്സോർബിങ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഓർക്കുക, അപ്പോൾ റൂട്ട് ഹെയർസ് ആർ ദ മെയിൻ സ്ട്രക്ചേഴ്സ് ഓഫ് റൂട്ട് that help the absorption of water and minerals from the soil. അപ്പോൾ ഇത് യൂണിസെല്ലുലാർ ആണ്. അപ്പോൾ ഒന്ന് റൂട്ട് ഹെയർസ്. ഇനി രണ്ടാണ് ട്രിക്കോംസ്. ട്രിക്കോംസും ഓർക്കുക, ഇപ്പോൾ എപ്പിഡെർമസ് സെല്ലിൽ നിന്നുള്ള വളർച്ചകൾ തന്നെയാണ്. പക്ഷേ ട്രിക്കോംസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഓർക്കണം, ട്രിക്കോംസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആണ്. അപ്പം മൾട്ടി സെല്ലുലാർ ആണ്. അതോടൊപ്പം തന്നെ ഇത് റൂട്ടിൽ, അപ്പോൾ ഇത് റൂട്ടിലാണെങ്കിൽ മറ്റേത് ഷൂട്ടിലാണെങ്കിൽ സ്റ്റെമ്മിലോ ലീഫിലോ ഒക്കെ കാണപ്പെടാം. അപ്പോൾ സ്റ്റെമ്മിലും ലീഫിലും അല്ലെങ്കിൽ ഷൂട്ട് എന്ന് പറയുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോയിലിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഷൂട്ട് സിസ്റ്റം. അപ്പോൾ ട്രിക്കോംസ് എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? ഔട്ട് ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ വെളിയിലേക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത മൾട്ടി സെല്ലുലാർ ആണ്. ഒന്നിലധികം കോശങ്ങൾ ഉണ്ടാകും. ആൻഡ് ആൾസോ ഫൗണ്ട് ഇൻ ദ ഷൂട്ട് സിസ്റ്റം. അത് കാണപ്പെടുന്നത് ഷൂട്ട് സിസ്റ്റത്തിലുമാണ്. വാട്ട് ഈസ് എ ഫങ്ഷൻ? ഓർക്കുക, ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ പ്രിവെൻറ്റിങ് വാട്ടർ ലോസ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാട്ടർ ലോസ് ആണ്. അപ്പോൾ അത് സ്റ്റൊമാറ്റയിലൂടെയാണ്. എന്നാൽ ഈ ട്രിക്കോംസ് സ്റ്റൊമാറ്റയുടെ ക്കകത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലീഫിലുണ്ടെങ്കിൽ വിച്ച് ഹെൽപ്പ് പ്രിവെൻറ്റ് വാട്ടർ ലോസ്. അപ്പോൾ ട്രിക്കോംസ് ഹെൽപ്പ് പ്രിവെൻറ്റിങ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ഓർക്കുക, ട്രാൻസ്പിറേഷൻ വെച്ചാൽ വാട്ടർ ലോസ് ആണ്. അപ്പോൾ ആ ട്രാൻസ്പിറേഷനിലുള്ള വാട്ടർ ലോസ്
പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ട്രിക്കോംസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എപ്പിഡെർമൽ അപ്പൻഡേജസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, റൂട്ട് ഹെയേഴ്സ്, ട്രിക്കോംസ്, അതിൻ്റെ ഫങ്ഷൻസും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കണ്ടു കഴിഞ്ഞു. അതിനകത്ത് 3 പാർട്സാണ്: എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ, എപ്പിഡെർമൽ അപ്പൻഡേജസ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഗ്രൗണ്ട് ആണ്, പക്ഷേ അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലില്ല. ഇനി അടുത്ത ഫോക്കസ് ഏരിയയിലുള്ളത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റെല്ലാ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.